സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാരോട് വലതുവശത്ത് വലയിറക്കുക എന്ന് പറയുന്ന ഈശോയെയാണ് കാണാൻ സാധിക്കുക. ഇംഗ്ലീഷ് ബൈബിളിൽ പുട്ട് ദ നെറ്റ് ഓൺ ദ റൈറ്റ് സൈഡ് എന്നാണ് പറയുക. റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ വലതുവശമെന്നും വേണേൽ ചിന്തിക്കാം, അല്ലെങ്കിൽ ശരിയായ സ്ഥലവും എന്നും വേണേൽ ചിന്തിക്കാം. ശരിയായ സ്ഥലത്ത് വലയെറിയുവാൻ അറിയത്തില്ലാത്തവരല്ലേ നമ്മിൽ പലരും. വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നറിയില്ല, എങ്ങനെയാണ് കൂദാശയിൽ പങ്കുകൊള്ളേണ്ടതെന്നറിയില്ല. നമ്മളൊക്കെ ഒരു തരം അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഭൂരിഭാഗവും. വേദനാജനകമായ ഒരു സംഭവം ഈ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച സംഭവിക്കുകയുണ്ടായി. പരിഹാര പ്രദർശന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നും 4 സ്ഥലങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ പള്ളിയിലേക്ക് കുരിശിൻ്റെ വഴി വന്നത്. അതിനുശേഷം ദേവാലയത്തിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടി നഗരം ചുറ്റും ഒരു പരിഹാര പ്രദേശം നഗരം ചുറ്റി നഗര കാണിക്കൽ എന്ന ഒരു കാര്യം കൂടി ചെയ്യുകയായിരുന്നു. ഒത്തിരിയേറെ ആൾക്കാർ പങ്കെടുത്തു. പ്രാർത്ഥനയോടെയും യാത്ര ചെയ്യേണ്ട ഈ സ്ഥലത്ത്, ഈ സമയത്ത് പലരും ഫോൺ വിളിക്കുന്നത് കാണാനിടയായി. പലരും പരസ്പരം സംസാരിക്കുന്നത് കാണാനിടയായി. കാരണം അവർക്കാർക്കും ഈ വഴിയിലൂടെ പോകുന്ന യേശുവിനെ കാണാൻ സാധിക്കുന്നില്ല. അതാണ് കാരണം. യേശുവിനെ കാണാൻ സാധിച്ചാൽ, യേശുവിൻ്റെ ഈ യാത്രയെയാണ് നീ അനുഗമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊന്നും ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല. അതിനുമാത്രം മനസ്സ് വളർന്നിട്ടില്ല, ഹൃദയം തുറന്നിട്ടില്ല. കുറേയേറെ ചൊല്ലിക്കൂട്ടൽ ശൈലിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. സ്നേഹമുള്ള സഹോദര സഹോദരി, ഒരു വലിയ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.